വെൽക്കം ടു ദ ക്യാമ്പിംഗ്. അപ്പം ചെറിയൊരു ക്യാമ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. വൈകുന്നേരം 3 മണിയായിട്ടുണ്ട്. ഇപ്പോഴും നല്ല നട്ടുച്ച പോലത്തെ ചൂടാണ്, വെയിലും അങ്ങനെയാണ്. മൊത്തത്തിൽ വരണ്ട് ഉണങ്ങിക്കിടക്കുകയാണ്. നല്ല ചൂടുമുണ്ട്. കാരണം ഈ ഒരു പാറ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് ഈ പാറയിൽ നിന്നും ഒരു ചൂട് വരുന്നുണ്ട്. വല്ലാത്തൊരു പുഴുങ്ങലാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, വേനൽ തുടങ്ങിയില്ല, വേനൽ ജസ്റ്റ് തുടങ്ങിയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴേ ഈ ചൂടാണെങ്കിലേ. ഉച്ചയ്ക്കൊന്നും തന്നെ കഴിച്ചിട്ടില്ല. അപ്പം ഇനി കുറച്ച് പേര് എവിടെയെങ്കിലും പോയിട്ട് ഒരു തണലത്തിരുന്നിട്ട് വേണം. കുറച്ച് ഓറഞ്ചുണ്ട്, അതെടുത്ത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ഈ ഭംഗലെല്ലാം ആരോഗ്യ തീ കത്തിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ കത്തിയൊക്കെ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വേനലിൽ ഈ തീയും കൂടെ കത്തുമ്പോഴേ വല്ലാത്ത ചൂടായിരിക്കും. ഇത് ഇവിടെയായിട്ട് ഒരു കുരങ്ങൻ്റെ തലയൊട്ടി കിടപ്പുണ്ട്. ഈ തണലത്ത് നിന്ന് ഇരിക്കാം. ഇവിടെ ഇരുന്നതിന് ഓറഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് നടപടിയാവത്തുള്ളൂ. അവിടെ തന്നെ ഞാൻ ആ ഒരു ഭാഗം വരെ ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട്. നമ്മളെന്തൊരു ബാറ്ററി തീർന്നിട്ട് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ക്യാമ്പിങ്ങില്ലേ. അപ്പോൾ അത് ആ ഒരു ഭാഗം വരെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ പോയിട്ടില്ല. അവിടെ എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ മുകളിലോട്ട് പോകാനാണ് വന്നത്. അവിടെ പുതിയ പുതിയ ലൊക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നാക്കെല്ലാം വരണ്ട് പോയിട്ടേ ഈ ഓറഞ്ചൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ്. വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ മധുരമില്ലെന്ന് പറയുന്ന ഓറഞ്ചാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ട് നാക്കെല്ലാം വറ്റി വരണ്ട് ദാഹിച്ചിട്ട് ഇത് കഴിച്ചപ്പോൾ നല്ല മധുരമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയായിരിക്കും ഈ വേനൽ ഇവിടുത്തെ ഈ ചെറിയ മൃഗങ്ങളും പക്ഷികളൊക്കെ അതിജീവിക്കുന്നത്? ഇവിടെ മുള്ളംപന്നി മാത്രമേ ഉള്ളൂ, മുള്ളംപന്നിയും കുരങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കുമല്ലേ ഈ ഒരു കടുത്ത വേനൽ ഈ പക്ഷികളും ഈ മുള്ളംപന്നിയൊക്കെ അതിജീവിക്കുന്നത്? എന്തായാലും സമ്മതിക്കേണ്ടത് തന്നെയാണ്. എന്തോ തരം ജീവികളാണ്. ആ ജീവിയെപ്പോലെ തന്നെ കാണാൻ ലുക്കുള്ള ഒരു പൂവാണ് അതിരിക്കുന്ന ആ ഒരു ചെടിയിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതാണ്ടേ ഈ കാണുന്ന ഈ ഒരു പ്ലേസ് വരെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മുകളിലോട്ട് എന്താണെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഇന്ന് കയറിപ്പോയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു പ്ലേസ് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടന്നു വന്നപ്പോൾ ഇതാണ്ട് ഇവിടെ മറ്റേ ചെറിയ കടന്നലുണ്ടല്ലോ, ആ കടന്നൽ ഈ ചെടിയിലിരിക്കുകയുണ്ട്. ഞാൻ അറിയാതെ അതിൻ്റെ ഇടയിൽ പോയി കയറിയിട്ട് കടന്നൽ 2 പ്രാവശ്യം വെച്ച് കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഇത് ആ മരങ്ങളുടെ മുകളിലായിട്ട് പരുന്തുകളൊക്കെ പറക്കുന്നുണ്ട്, വളരെ താഴ്ന്നു പറക്കുന്നുണ്ട്. അങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ ഇവിടെ താഴെ രണ്ട് ഒരു വിത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതുപോലത്തെ 100 കണക്കിന് മരത്തിലുണ്ടാകും. അപ്പോൾ വല്ലാത്തൊരു ഇരമ്പിൾ ശബ്ദമായിരിക്കും കേൾക്കുന്നത്. അപ്പോഴങ്ങോട്ട് കയറി പോകുമ്പോൾ കാണുന്ന നിങ്ങളും ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൽ കടന്ത ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. ഒരു മുഴക്കം മാത്രം കേട്ടു. അപ്പം കടന്നലിനെ സൂക്ഷിക്കണം. കാരണം നേരത്തെ ഇതിലൊക്കെ കടന്നലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതേണ്ട ഇവിടെ ചെറിയൊരു വണ്ടിരിപ്പുണ്ട്, നല്ല തിളങ്ങുന്നു കേട്ടോ. അത് മറ്റേ മരതകം പോലെ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ മഞ്ഞനാത്തി മരം നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഭയങ്കര ചോലയാണ്.
അവിടെ എല്ലാം ഫുള്ള് വള്ളിപ്പടർപ്പാണ്. അതുവഴി നടന്നു പോകാൻ പറ്റത്തില്ല, അത്രയ്ക്കും വള്ളിപ്പടർപ്പാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ വള്ളിപ്പടർപ്പ് കുറവുണ്ട്. അപ്പോൾ അങ്ങോട്ട് അതുവഴി നടന്നിട്ട് മുകളിലോട്ട് പോകാനാണ് നോക്കുന്നത്. ഒത്തിരി ദൂരം അത്രയല്ല, എന്നാലും കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. എനിക്കിവിടെ നിന്ന് അങ്ങ് ദൂരെയായിട്ട് ചെറിയൊരു മരം കാണാം. എനിക്കിവിടെ നോക്കിയിട്ടേ ഈ പുല്ലിൽ കൂടെയൊക്കെ എന്തൊക്കെ നടന്ന പാടുകൾ കാണാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ മാനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് എനിക്കറിയത്തില്ല. അതല്ലെങ്കിൽ ഇനി ഇവിടെ താഴെ ഗ്രാമത്തിലെ നാടുകൾ കയറിയതൊന്നും അറിയത്തില്ല. പക്ഷെ ആട്ടാൻ പുളുക്കിയ കാര്യങ്ങളൊന്നും കണ്ടില്ല ഇതുവരെ. പക്ഷെ എന്തൊക്കെ നടന്ന പാടുകൾ. ആ ഒരു സൈഡ് പാറയാണ്. പന്നി ഉണ്ടെന്നതാണ് തോന്നുന്നത്. കാരണം നിങ്ങളിവിടെ നോക്കി അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ ഒരു ഗുഹ പോലെ കിടക്കുന്നത് കണ്ടോ. സാധാരണ ഈ പന്നി നടന്നു കിടന്നാണ്. പിന്നെ കാട്ടുപന്നി സാധാരണ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇവിടെ നല്ലൊരു തണലുണ്ട് ഈ ഒരു മരത്തിൻ്റെ കീഴിൽ. കുറേ വള്ളിപ്പടർപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് കയറാം. ഇതിപ്പം വൈകുന്നേരം 4 മണി ആയിട്ടേ ഉള്ളൂ. എന്തായാലും ഒരു 6 മണിക്കകത്ത് നമുക്ക് ഏതെങ്കിലും കിടക്കാനായിട്ട് ഒരു പ്ലേസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം എടുത്ത് കുടിക്കണം. വെള്ളമൊക്കെ കുടിക്കുമ്പോഴേ വെള്ളത്തിന് എന്തൊരു ടേസ്റ്റെന്നറിയോ? ഒന്നും പറയാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റുണ്ട് ഈ പച്ചവെള്ളത്തിന്. ഇത് അങ്ങ് താഴെ നിന്നാണ് കയറി വന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു വന്യമായിട്ടുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടേ ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് എത്തിച്ചേരും. അപ്പോൾ അവിടുത്തെ ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിലും ആ ഒരു ഇരമ്പൽ ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് പറ്റും. വാഹനങ്ങൾ ഓടുന്ന ആ ഒരു ശബ്ദവും പിന്നെ അങ്ങ് ദൂരെ എവിടെയൊക്കെ റെക്കോർഡിടുന്ന ശബ്ദമൊക്കെ നല്ലതായിട്ട് എനിക്കൊന്ന് കുറച്ച് ഉയർന്ന സ്ഥലത്തിരിക്കുന്നതുകൊണ്ടായിരിക്കണം നന്നായിട്ട് തന്നെ ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പാറയുടെ പുറത്ത് കരിയിലകൾ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഇല കിടപ്പുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ കളർ ചെയ്യത്തില്ലേ, അതേപോലെ ഇരിപ്പുണ്ട്. ഏതാണ്ട് മുകളിലെത്തിയിട്ടുണ്ട്. ഇതോ അവിടെ ഒരു കള്ളിമുൾ ചെടിയും ഒരു മരമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും മുകളെന്നാണ് എനിക്കിവിടെ നിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ ഇലകളുടെയൊക്കെ ഡിസൈൻ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇനി ഈ ഒരു പാറയുടെ പുറത്തുകൂടെ ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് പോകണം. ആ പാറയുടെ പുറത്ത് ആ ഒരു മരത്തിൻ്റെ നിഴൽ വീണിരിക്കുന്നത് കണ്ടോ, കറക്റ്റ് നമ്മളിങ്ങനെ വരഞ്ഞതുപോലെയുണ്ട്. ഫൈനലി ഈ ഒരു ചെറിയൊരു മലയുടെ മുകളിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വശത്ത് എന്താണെന്നറിയാൻ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഓ ഇതാണ്ടേ ആ ഒരു സൈഡിലും ചെറിയ ചെറിയ മൗണ്ടൻസാണ്. ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങ് ദൂരെയായിട്ട് മൗണ്ടൻസിൻ്റെ ഒരു നിര തന്നെ കാണാൻ പറ്റുന്നുണ്ട്.
ഇതിൻ്റെ മുകളിലോട്ട് കടന്നു വന്നപ്പോഴേ ഞാൻ വിചാരിച്ചുള്ള ഒരു ആംബിയൻസ് അല്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും, ഈ ഒരുപാട് ഇങ്ങനെ പുല്ല്, ഒരാൾ പോകത്തുള്ള പുല്ലിങ്ങനെ വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് മിക്കതൊക്കെ ചിലയിടത്ത് ഇങ്ങനെ ഗുഹ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലൊക്കെ ഈ പന്നിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടാവും. തന്നെയല്ല, എനിക്ക് എന്തോ ഇവിടെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ച ഒരു ആംബിയൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തോ ഇവിടെ ടെൻറ്റ് വയ്ക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് ടെൻറ്റ് വെച്ച് കിടന്നിട്ട് ഒരു ക്രൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്ന് താഴോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കയറി വന്നില്ലേ, അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാഗ് എടുത്തിട്ട് ഇനി താഴോട്ട് ഇറങ്ങിപ്പോവാം. പിന്നെ ഇവിടെ അങ്ങനെ അതൊരു സേഫും അല്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ പലയിടത്തൊക്കെ പുല്ലിങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട്. എന്തൊക്കെ അതിൻ്റെ പുറത്ത് കിടന്നതായിട്ട് എനിക്ക് നോക്കിയിട്ട് മനസ്സിലായി. ഒരുപാട് പുല്ലിങ്ങനെ ചവിട്ടി മെതിച്ചൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇവിടെ ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ കിടന്നിട്ട് അതൊരു റിസ്ക്കുമാണ്. എന്തായാലും സ്ഥലവും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഒരു പ്ലേസ് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇനി താഴോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പ്ലേസിലെത്തിയതിന് ശേഷം കാണാം. ഇത് തെങ്ങിലൊക്കെ ഇരിക്കുന്ന ആ ഒരു പൂപ്പലുണ്ടല്ലോ, അപ്പോൾ അതിവിടെ ഇങ്ങനെ തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ എയർ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് വായു നല്ല ശുദ്ധമാകുന്ന സ്ഥലത്താണ് ഇത് കൂടുതലുണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. സമയം വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ അവിടെ സൂര്യൻ താഴ്ന്നു പോകുന്നത് കടലിലാണ് താഴ്ന്നു പോകുന്നത്, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മലകളുടെ ഷെയ്ഡിലോട്ടാണ് ഈ സൂര്യൻ താഴ്ന്നു പോകുന്നത്. ഈ ഒരു ഭാഗത്ത് ടെൻറ്റ് വയ്ക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ചരിവാണ്. കണ്ടോ, ഇങ്ങനത്തെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഇങ്ങനത്തെ ഒരു ചരിവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടുള്ള ചെറിയൊരു നിരപ്പായിട്ടുള്ളൊരു പ്ലേസാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് ഇരുട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. കാരണം ആ ഒരു ചൂട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ടെൻറ്റിൻ്റെ അകത്ത് കയറുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഒന്ന് വലിയ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് ചൂട് നന്നായിട്ട് തന്നെ കുറയുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴൊരു ചൂടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ടെൻറ്റിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്, നിങ്ങൾക്കൂടെ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഒരു വെൻറ്റിലേഷൻ കുറവാണ്. നമ്മൾ ഓപ്പണിങ് ചെയ്യുന്ന സ്ഥലത്ത് വെൻറ്റിലേഷൻ കുറവാണ്. അപ്പോൾ ഈ ഒരു നെറ്റ്, മസ്കിറ്റോ നെറ്റ് കുറച്ചുകൂടെ താഴെ താണ്ട് ഈ ഒരു അളവ് വരെ കൊടുത്തെങ്കിൽ നല്ല വിസിബിലിറ്റിയും കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ നല്ല എയർ സർക്കുലേഷനും നടക്കുമായിരുന്നു. അപ്പോൾ ഇത് വിസിബിലിറ്റി ഇല്ല, അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി വിസിബിലിറ്റി വേണം. അപ്പോൾ ഇത് ഈ ഒരു നെറ്റ് കുറച്ചുകൂടെ ഇങ്ങനെ താക്കേണ്ടതായിരുന്നു, എന്നാൽ ആ ഒരു എയർ സർക്കുലേഷനും കിട്ടുമായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് എനിക്ക് ഈ ഒരു ടെൻറ്റിലെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. അതുപോലെ ഞാൻ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്, മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് പീസ് ബട്ടർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് വന്നതാണ്. കണ്ട മൊത്തത്തിൽ അലിഞ്ഞ് ഓയിൽ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബട്ടർ അലിയും, പക്ഷേ ഇത് നന്നായിട്ട് തന്നെ എണ്ണ പോലെ ആയിട്ടുണ്ട്. ഈ സ്റ്റൗ ഇരിക്കുന്നിടത്ത് ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ അതാണ് ഒരു വാക്കിലോട്ട് അത് പോകുന്നത്. അത് ബട്ടർ ചെറുതായിട്ട് പിരിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വേറൊരു കളറൊക്കെ കയറി വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ മുട്ടയിൽ ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ ഉപ്പ് കൊണ്ടുവരാൻ മറന്നതല്ല, എനിക്ക് മുട്ടയിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ശീലമല്ല. അപ്പോൾ അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫുഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബ്രെഡ് വാങ്ങുമ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയുള്ള ബ്രെഡ് മാത്രം വാങ്ങുക. സാധാരണ ബ്രെഡ് വാങ്ങൽ ട്യൂട്ടി ഫ്രൂട്ടിയുള്ള ബ്രെഡ് വാങ്ങുക. അത് വാങ്ങിയാൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ മുട്ടയിൽ എന്നെ ഉപ്പ് ചേർക്കാറില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്നെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ബ്രെഡ് നമ്മൾ ബട്ടറിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം മുട്ട ഒഴിച്ചതിന് ശേഷം അതിന് പുറത്ത് ബ്രെഡ് നിരത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുട്ട മുരിഞ്ഞു വന്നതിന് ശേഷം എടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതായത് ട്യൂട്ടി ഫ്രൂട്ടിയുള്ള ബ്രെഡ് വാങ്ങിയാൽ മാത്രമേ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. സാധാരണ ബ്രെഡിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങളിതിൻ്റെ ഒരു ഫാനായിട്ട് മാറും. പിന്നെ ഞാൻ കുറച്ച് നേരം വെളിയിൽ ഇറങ്ങി നിന്നപ്പോൾ വെളിയിൽ നല്ല തണുത്ത കാറ്റ്. സത്യത്തിൽ ഈ ടെൻറ്റിൻ്റെ അകത്തിരിക്കുമ്പോഴാണ് ഈ ചെറിയൊരു ഉഷ്ണം അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. സമയം രാവിലെ 6:30. അപ്പോൾ ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ രാത്രി ഒരു 11:30 നന്നായിട്ടൊന്ന് ഉറങ്ങാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ടെൻറ്റിലിങ്ങനെ കിടക്കുമ്പോൾ ഈ അടിയിൽ നിന്നുള്ള ഒരു ചൂടിങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും. നമുക്കൊരിക്കലും ഉറക്കം വരത്തില്ല. കാരണം ഈ തറയിലുള്ള ചൂടിങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാറയൊക്കെയുള്ള ഈ ഒരു സ്ഥലം ആയതുകൊണ്ടായിരിക്കാം. കാരണം ആ ഒരു ചൂട് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ബാറ്ററി പോലെ. അപ്പോഴേ ഒരു 11:30 കഴിഞ്ഞിട്ടാണ് ഈ ഒരു തറയൊന്ന് തണുത്തത്. അപ്പോൾ അതിന് ശേഷമാണ് രാത്രി ഉറങ്ങാൻ തന്നെ പറ്റിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും ഓരോരുത്തർ ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ രാവിലെ ഇനി താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ക്യാമ്പ് ചെയ്യുന്നത് ഇതേപോലത്തെ ചില സ്ഥലങ്ങളൊക്കെ ഇനി ഒഴിവാക്കേണ്ടതായിട്ട് വരും. കാരണം ഇനി വരുന്നത് ഭയങ്കര വേനലാണല്ലോ വരുന്നത്. കാരണം ഇവിടെ കയറി വന്നിട്ട് നമ്മൾ അതിനകത്ത് കിടന്ന് അസ്വസ്ഥമായിട്ട് കിടന്നിട്ട് വലിയൊരു കാര്യമില്ല. അതായത് ഞാൻ കറക്റ്റ് ഒരു 11:30 കഴിഞ്ഞു ഉറങ്ങാനായിട്ട്. അത്രയ്ക്ക് അടിയിൽ നിന്നുള്ള ഒരു ചൂടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വെറ്റ്ലാൻഡുകളൊക്കെ നോക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ രാത്രിയാകുമ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ടാവും. ഈ വെറ്റ്ലാൻഡ്, അതുപോലെ വെള്ളക്കെട്ടുള്ള ഏരിയകൾ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളെ നടക്കത്തുള്ളൂ. കാരണം ഇനി ഈ വേനൽ തീരുന്നത് വരെ നമ്മൾ ഇതുപോലത്തെ മലയുടെ മണ്ടയിലൊക്കെ കയറി വന്നാൽ പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വലിയ ഹൈ റേഞ്ചിൻ്റെ മുകളിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അല്ലാതെ ഇതുപോലത്തെ ചെറിയ ചെറിയ മലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊള്ളി ഇവിടെ നിന്ന് ഓടേണ്ടി വരും. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ ഇനി എന്തായാലും 2-3 വെറ്റ്ലാൻഡുകളൊക്കെ ക്യാമ്പ് അടിക്കണമെന്നുകൊണ്ട് നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ മറ്റൊരു ക്യാമ്പിങ്ങിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.